യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാനും നേച്ചർ ക്ലബ് വേൾഡ് വൈഡിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലചന്ദ്രൻ സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, ലോക പരിസ്ഥിതി ദിനം ഇന്ന് എല്ലായിടവും സമുചിതമായി ആചരിക്കുകയാണ്. നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഈ പ്രസ്ഥാനം ഈ ദിനാചരണം ഒരു മാസത്തെ പരിപാടിയായിട്ടാണ് നടത്തപ്പെടുന്നത്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നതിനപ്പുറമായി എൻവയോൺമെൻറ്റ് മന്ത്, പരിസ്ഥിതി മാസമായിട്ടാണ് നാം ഇത് ആചരിക്കുന്നത്. ഈ വർഷം മുതൽ പരിസ്ഥിതി മാസാചരണം എല്ലാ വർഷവും നേച്ചർ ക്ലബ് വേൾഡ് വൈഡിൻ്റെ മുഖ്യമായ കർമ്മപരിപാടിയാണ്. അതിൽ പ്രത്യേക പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടെന്നാൽ നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എടുത്തിരിക്കുന്ന ഒരു പൊതു തീരുമാനം പശ്ചിമഘട്ട മേഖല, അതായത് നാം അധിവസിക്കുന്ന ഈ ഭൂമി പശ്ചിമഘട്ട മേഖലയാണ്, വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. ഈ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ സംരക്ഷണം ലോകത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കാരണം പരിസ്ഥിതി സന്തുലിതാവസ്ഥ പരിപാലിക്കപ്പെടുന്നതിന് പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഭൗമശാസ്ത്രജ്ഞരും എല്ലാവരും പല ആവർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമഘട്ട വാസികളോട്, ഈ നാട്ടുകാരോട്. ഈ പ്രദേശം പലയിടങ്ങളും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ്. കാരണം ഇവിടെ അപകടപ്പെട്ടാൽ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പശ്ചിമഘട്ട മേഖലയ്ക്ക് ഈ പ്രാധാന്യമുള്ളത്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പ്രവർത്തന മേഖലയായി പശ്ചിമഘട്ട മേഖല ഏറ്റെടുത്തിരിക്കുന്നത്. പശ്ചിമഘട്ട മേഖല ഏറ്റെടുത്തുകൊണ്ട് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ബി വിത്ത് വെസ്റ്റേൺ ഗാട്ട്സ് എന്നാണ്. ബി വിത്ത് വെസ്റ്റേൺ ഗാട്ട്സ്. നാം പശ്ചിമഘട്ട മേഖലയോടൊപ്പം, ബി വിത്ത് വെസ്റ്റേൺ ഗാട്ട്സ്, പശ്ചിമഘട്ട മേഖലയോടൊപ്പം നാം ഓരോരുത്തരും നിൽക്കണം. കാരണം ഈ നാടിൻ്റെ സന്തുലിതമായ അവസ്ഥ പരിപാലിക്കപ്പെടാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ നാടിനെക്കുറിച്ച് ധാരാളം കവികളും ധാരാളം മഹത്തുക്കളും നല്ല നല്ല കാര്യങ്ങൾ പാടുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഭൂപ്രദേശം പലപ്പോഴും ഉരുൾപൊട്ടലിലും കടുത്ത വരൾച്ചയിലും കടുത്ത വെള്ളപ്പൊക്കത്തിലുമൊക്കെ നമ്മുടെ കരഭൂമികൾ പോലും വല്ലാത്ത അപകടാവസ്ഥയിൽപ്പെട്ടിട്ടുള്ള കാലവും നമുക്കറിയാം. ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാട് സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ നാം തന്നെ തയ്യാറായേ മതിയാകൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഈ നാട്ടിലെ പശ്ചിമഘട്ട മേഖലയിലെ ഓരോ ആളുകളും തന്നെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ആഗോളതലത്തിലുള്ള ഒരു പഠനം വ്യക്തമാക്കുന്നത് ദക്ഷിണാഫ്രിക്ക രണ്ടാകുമെന്നാണ്. ദക്ഷിണാഫ്രിക്ക രണ്ടായാൽ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഈ പശ്ചിമഘട്ട മേഖലയിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഈ പശ്ചിമഘട്ട മേഖലയിലേക്ക് ആ ഭാഗം വന്നു ചേർന്നാൽ സമ്പൂർണ്ണമായി ഈ നാടില്ലാതാക്കും. കാരണം മഞ്ഞ് കൊണ്ട് മൂടപ്പെടും. മഞ്ഞ് കൊണ്ട് മൂടപ്പെടുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ താപാവസ്ഥ മാറുന്നതോടുകൂടി തന്നെ ഇവിടെ ഇതിന് ഏത് സമയവും എന്ത് നിലയിലുള്ള അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ഒരു ദീർഘകാലം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 100 വർഷം, അല്ലെങ്കിൽ 200 വർഷം, 500 വർഷം, 10,000 വർഷം കഴിഞ്ഞിട്ട് എന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത ലോക സാഹചര്യമാണ് ഇന്ന് പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, സുനാമി ഉണ്ടായി. സുനാമി ആരും പ്രവചിച്ചിരുന്നില്ല.
സുനാമി ഉണ്ടായപ്പോഴാണ് അറിയുന്നത് സുനാമിയിൽ പെട്ടുപോയി എന്ന്. കാരണം സുനാമിയിൽ പെട്ടുപോയ ഒരവസ്ഥ എന്ന് പറയുന്നത് ഓർക്കാപ്പുറത്തുണ്ടായിരുന്ന ഒരു പ്രഹരമായിരുന്നു. പലപ്പോഴും നമ്മുടെ ഇവിടെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായത്, പത്തനംതിട്ട പോലുള്ള ജില്ലകൾ പോലും വെള്ളത്തിനടിയിലായ അവസ്ഥ നമുക്കറിയാം. പല മലനാടിലെ ഭൂപ്രദേശങ്ങളും വെള്ളത്തിലായത് നമുക്കറിയാം. കാരണം ഇത് ഓർക്കാപ്പുറത്തുള്ള ഒരു ഇരുട്ടടി പോലെ സംഭവിച്ച അവസ്ഥയാണ്. പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത് ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്ന കാര്യം. അതിന് നിമിഷങ്ങൾ മതി. ആ നിമിഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവും. നമുക്ക് ശ്വസിക്കുവാൻ നല്ല വായുവും കുടിക്കാൻ നല്ല വെള്ളവും കിട്ടുക എന്ന് പറയുന്നത് ജന്മാവകാശമാണ്. ആ ശ്വസിക്കുവാൻ നല്ല വായുവും കുടിക്കുവാൻ നല്ല വെള്ളവും പോലും പ്രതിരോധിക്കപ്പെടുന്ന നിലയിൽ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ജലമലിനീകരണം സാർവത്രികമായി മാറിയിരിക്കുന്നു. നമ്മുടെ പുഴകളും കുളങ്ങളും കായലുകളും ഒക്കെ തന്നെ എല്ലാ അരുവികളും തന്നെ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ ശുദ്ധജല തടാകങ്ങളെന്ന് നാം വിശേഷിപ്പിച്ചിരുന്ന പുഴകളൊക്കെ തന്നെ, അല്ലെങ്കിൽ പല കായലുകളും, ശാസ്താംകോട്ട കായൽ പോലുള്ള കായലുകളൊക്കെ ശുദ്ധജല തടാകമാണ്. അവിടെ നിന്നുള്ള വെള്ളം നേരെ പമ്പ് ചെയ്ത് ആളുകൾ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളമാണ്. ആ വെള്ളം ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മലിനമായിരിക്കുന്നു. ഏതെങ്കിലും തടാകത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുവാൻ പറ്റാത്ത നിലയിലാണ് ഇന്നിവിടെ ഉള്ളത്. ആ ഒരു സാർവത്രികമായ അപജയം നമ്മുടെ നാടിനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലമലിനീകരണം, എല്ലാ കായലുകളും മലിനമായിരിക്കുന്നു, എല്ലാ കായലുകളും മലിനമായിരിക്കുന്നു. ഈ കായലുകൾ മലിനമായിരിക്കുന്ന അവസ്ഥ, പുഴകളൊക്കെ തന്നെ പുഴകളുടെ പഴയ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. പുഴകളൊക്കെ, വലിയ പുഴകളൊക്കെ ചെറിയ ചെറിയ തോടുകൾ പോലെ മാറിയിരിക്കുന്നു. പലപ്പോഴും വലിയ പുഴകളൊക്കെ തന്നെ വെള്ളമില്ലാതെ, ഭാരതപ്പുഴ പോലുള്ള പുഴ എന്ന് പറയുന്നത് വെള്ളമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഒരു വരണ്ട ഭൂപ്രദേശമായി ഭാരതപ്പുഴയെ നാം കാണുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴയായ ഭാരതപ്പുഴയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഈ വിധത്തിലുള്ള പല ദുരന്തങ്ങളും നാം നേരിടുകയാണ് നമ്മുടെ കൈകാര്യം ചെയ്യലുകളുണ്ട്. കാരണം അരുവിയുടെ രണ്ട് വശവും കൈയേറി അവിടെ എല്ലാം തന്നെ തോന്നിയത് മാതിരി നമ്മുടെ യോഗ്യമാക്കുന്ന നിലയിലുള്ള ഭവന നിർമ്മാണം നടത്തി, അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് ഒക്കെ തന്നെ അപകടകരമായ അവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കെട്ടിടം വെക്കണ്ട എന്നും ഫ്ലാറ്റ് നിർമ്മിക്കേണ്ട എന്നും അല്ല പറയുന്നത്. പക്ഷേ ഇത് വെക്കുന്ന കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളും പരിശോധനയും വേണം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ സാർവത്രികമായ പരിസ്ഥിതി ബോധം എല്ലാ ആളുകളും തന്നെ, ഒരാൾ പോലും ഒഴിവാകാതെ മുഴുവൻ ആളുകളും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായി മാറണം. ആ അറിവുണ്ടാക്കുവാനുള്ള തീവ്ര യത്ന പരിപാടിയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി മാസാചരണ പരിപാടി വഴി നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ ഈ വെസ്റ്റേൺ ഘാട്ട് മേഖലയിൽ, പശ്ചിമഘട്ട മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. ഇന്ന് ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്ന് പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി നിരവധി സെമിനാറുകൾ, സമ്മേളനങ്ങൾ, കർമ്മ പരിപാടികളൊക്കെ ആവിഷ്കരിക്കും. അത് ഈ ഒരു ദിനം കൊണ്ട് അവസാനിക്കുന്നത് പോലെയാണ് പലപ്പോഴും പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ദിനം മാത്രമല്ല, തുടർച്ചയായി ഒരു മാസമെങ്കിലും നമ്മുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മൾ സ്കൂളുകൾ, കോളേജുകൾ, ഗ്രാമപ്രദേശങ്ങൾ എല്ലായിടങ്ങളിലും എവിടെയൊക്കെ ആൾക്കൂട്ടമുണ്ട് അവരോടൊക്കെ തന്നെ ഒരാളിനെ കണ്ട ആ ആളിനോടെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറാകണം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഓരോരുത്തരും ഒരാളിനോടെങ്കിലും നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെക്കുറിച്ച്, പുഴകൾ മലിനമാക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, ജലം മലിനമാക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, വായു മലിനമാക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാട് സംരക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറയുവാൻ കഴിഞ്ഞാൽ അതാവും ഈ പരിസ്ഥിതി മാസകാലത്ത് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മെസ്സേജ്. നിങ്ങൾ ഒരാളിനോട് ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാട് സംരക്ഷിക്കാം. ആ ആളിനോട് പറയണം, നിങ്ങൾ മറ്റൊരാളോട് പറയണം. നാം പറയുന്ന ഒരാളിനോട് പറയണം, നിങ്ങൾ മറ്റൊരാളിനോട് പറയണം. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ മെസ്സേജ്, നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധമായുള്ള ഒരു കർമ്മപരിപാടി ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആ ഇതിലേക്ക് പ്രതിബദ്ധമായി മാറുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നിവിടെ നമ്മോടൊപ്പം നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ വെസ്റ്റേൺ ഘാട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ പശ്ചിമഘട്ട മേഖല ഒരു ജില്ലയാണ്. ആ പശ്ചിമഘട്ട മേഖലയുടെ ഗവർണറായി ചുമതലയെടുത്തിരിക്കുന്ന ഡോക്ടർ പി കൃഷ്ണകുമാറാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ശ്രീ ആരോമൽ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഭാരതീയ സമാജത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രോഗ്രാം ഡയറക്ടറാണ്. ശ്രീ ആരോമലുണ്ട്. ശ്രീ ബാബുരാജ് ഗാന്ധി ഭാരതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ ഭാരതീയ സമാജത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറിയാണ്. അതുപോലെ ജയ ശ്രീകുമാർ ഇന്ന് നമ്മുടെ നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ സെക്രട്ടറിയാണ്.
അതുപോലെ ഭാരതീയ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. ജയ ശ്രീകുമാർ ഇന്നിവിടെ നമുക്ക് ഇതിൻ്റെ മെസ്സേജുകൾ ചൊല്ലിത്തരും. അത് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡോക്ടർ കൃഷ്ണകുമാർ. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, ദീർഘമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൻ്റെ പ്രസക്തി, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രസക്തി ഒക്കെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ മേലുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതായത് പരിസ്ഥിതി സംരക്ഷണം പേരിനും വേണ്ടി എല്ലാവരും ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങൾ, വാലന്റൈൻസ് ഡേ, അതാണ് കൂട്ടത്തെ അല്പമെങ്കിലും പ്രാധാന്യത്തോടുകൂടി വയസ്സുകാലത്തായാലും നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ഓരോരോ ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതുപോലെ ആഘോഷിച്ചു വിടുന്ന ഒരു ദിവസമായിട്ട് ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ചെയ്യാതെ ശ്രീ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിലേക്കെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം നമുക്ക് അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഞാനും ബിന്ദുവും ലീനയും കൂടി പോവുകയുണ്ടായി. ഇവർ രണ്ടുപേരും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഇവിടെ ഭാഗസേവക സമാജിൽ നിന്നും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, വോളണ്ടിയേഴ്സാണ് അവരെല്ലായിടത്തും പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പോവുകയുണ്ടായി. എല്ലായിടത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം പല പരിസ്ഥിതി സംരക്ഷണ ക്ലബ്ബുകളും, നേച്ചർ ക്ലബ്ബുകളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ നേച്ചർ ക്ലബ്ബുകളുടെ മുഴുവൻ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിൽ അതിൻ്റെ ചുമതലക്കാരാണ്, അതിൻ്റെ അഡ്രസ്സ്, കോൺടാക്ട് നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഈ ഒരു മാസത്തിനകം തന്നെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് നേച്ചർ ക്ലബ്സ് കേരളത്തിൽ ഉണ്ടാക്കുക, അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുക, ഈ ഒരു മാസത്തിൽ ഒഴുകാതെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക, അവരുടെ പ്രശ്നങ്ങൾ അവർ നമ്മളുമായിട്ട് പറയുക, നമുക്കത് ഉന്നത തലങ്ങളിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞ് പരിഹരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ നേച്ചർ ക്ലബിലുണ്ട്. ഇവിടെ 10-45 പേര്, 50 പേരോളം ഇരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും വിചാരിച്ചാൽ അവരുടെ വീട്ടിനടുത്തുള്ള 2-3 വീട്ടുകാരെ ചേർത്ത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ, നിങ്ങളുടെ സ്വാധീനങ്ങളനുസരിച്ച് ഒരു 10 അംഗങ്ങളുള്ള ഒരു പ്രകൃതി സംരക്ഷണ ക്ലബ്ബ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഭാരത് സേവക് സമാജിലെ എല്ലാ ജീവനക്കാരും ഓരോ നേച്ചർ ക്ലബ്ബുകളുടെ ക്യാപ്റ്റനാകട്ടെ, വൈസ് ക്യാപ്റ്റനാകട്ടെ, അങ്ങനെ നേച്ചർ ക്ലബ്ബുകൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ വോളണ്ടിയേഴ്സ്, ഞാൻ പറഞ്ഞാൽ ക്ഷമിക്കണം, വോളണ്ടിയേഴ്സ്, ജീവനക്കാരല്ല, ജീവനക്കാർ സർക്കാരിനാണ്. ബഹുമാന്യ അധ്യക്ഷൻ, സഹപ്രവർത്തകർ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മുടെ ആരാധ്യനായ നാഷണൽ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ നമ്മുടെ കൃഷ്ണകുമാർ സാറും വളരെ സരസമായിട്ട് വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ ഒരു 25 സ്കൂളുകളിൽ നാച്ചുറൽ ക്ലബ്ബുകൾ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുകയാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി കൃഷ്ണകുമാർ സാർ തന്നെ അവിടെ വന്ന് അത് നമ്മുടെ നാഷണൽ ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. To affirm our responsibility to protect, conserve, and preserve the environment of Western Ghats. We do believe that the protection of Western Ghats is fundamental for the enhancement and conservation of our environment and ecosystem. We are bound to protect and preserve the entire species and the order of life in the Western Ghats for the sustenance of this planet. We who belong to the Western Ghats in the name of Nature Club Worldwide, raise the slogan, be with Western Ghats in protection and conservation of our mother land. എല്ലാവർക്കും യോഗത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
നേച്ചർ വേൾഡ് വൈഡിൻ്റെ താങ്ക് യു ഫോർ എവരി വൺ. എൻ്റെ എല്ലാ നന്ദിയും അറിയിച്ചോളൂ.